ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കേരള ഗസ്റ്റ് ഹൗസിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേരള സർക്കാരിൻ്റെ കേരള ഗസ്റ്റ് ഹൗസിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ തസ്തിക റിസപ്ഷൻ അസിസ്റ്റൻ്റ്. ഈ തസ്തികയിലേക്ക് 3 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ തസ്തിക സ്റ്റെനോ ടൈപ്പിസ്റ്റ് കോൺഫിഡൻ്റൽ അസിസ്റ്റൻറ്റ് ടു കൺട്രോളർ. ഈ തസ്തികയിലേക്ക് 1 ഒഴിവാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ തസ്തിക ഷൂഫർ. അതിലേക്ക് 3 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. നാലാമത്തെ തസ്തിക റൂം അറ്റൻഡൻറ്റ്. അതിലേക്ക് 8 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ തസ്തിക ബാര. അതിലേക്ക് 6 ഒഴിവുകൾ. ഏഴാമത്തത് കുക്ക് 4 ഒഴിവുകൾ. 8 കിച്ചൺ ഹെൽപ്പർ 3 ഒഴിവുകൾ. 9 സ്വീപ്പർ 6 ഒഴിവുകൾ. 10 ഗാർഡനർ. അതിലേക്ക് 1 ഒഴിവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഈ 10 തസ്തികയിലേക്ക് 35 ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ റിസപ്ഷൻ അസിസ്റ്റൻ്റ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ കേരളത്തിലെ അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. ഏത് സബ്ജക്റ്റിലായാലും കുഴപ്പമില്ല, ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചിരിക്കണം. അത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ NCVTയുടെ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോഴ്സായിരിക്കണം വേണ്ടത്. 6 മാസത്തെ കോഴ്സാണത്. ആ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കും ഈ പറഞ്ഞ ഡിഗ്രി ഉള്ളവർക്ക് ഒന്നാമത്തെ തസ്തികയായ റിസപ്ഷൻ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ തസ്തിക സ്റ്റെനോ ടൈപ്പിസ്റ്റ് കോൺഫിഡൻ്റൽ അസിസ്റ്റൻറ്റ് ടു കൺട്രോളർ. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ PDC പഠിച്ചവർക്കോ അല്ലെങ്കിൽ HSC എന്ന് വെച്ചാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. ഏകദേശം 12ാം ക്ലാസ് യോഗ്യതയും അതിനോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷും മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ ഷോർട്ട് ഹാൻഡും അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷും മലയാളം അറിഞ്ഞിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചിരിക്കണം. അത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVTയുടെ അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോഴ്സായിരിക്കണം. അതില്ല എങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കും ഈ പറഞ്ഞ രണ്ടാമത്തെ തസ്തികയായ സ്റ്റെനോ ടൈപ്പിസ്റ്റ് കോൺഫിഡൻ്റൽ അസിസ്റ്റൻറ്റ് ടു കൺട്രോളർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ തസ്തിക ഷൂഫർ. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, പ്ലസ് ബാഡ്ജ്. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഗുഡായിരിക്കണം. മെഡിക്കൽ ഫിറ്റ്നസ് എന്നത് നമ്മുടെ ശാരീരിക ക്ഷമത, നമ്മുടെ ആരോഗ്യം ഗുഡായിരിക്കണം. പിന്നെ സംസാരിക്കാനായിട്ട് മലയാളവും ഹിന്ദിയും അറിഞ്ഞിരിക്കണം. മലയാളം നോർമലായിട്ട് നമുക്കറിയാം, ഹിന്ദിയും അതിനോടൊപ്പം തന്നെ കുറച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മൂന്നാമത്തെ തസ്തികയായ ഷൂഫർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് നാലാമത്തെ തസ്തിക റൂം അറ്റൻഡൻറ്റ്. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചിരിക്കണം. അത് ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ കോഴ്സാണ്. അത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVTയുടെ അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോഴ്സായിരിക്കണം. അത് 6 മാസത്തെ കോഴ്സാണത്. അത് പഠിച്ചിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ നാലാമത്തെ തസ്തികയായ റൂം അറ്റൻഡൻറ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അഞ്ചാമത്തെ തസ്തിക ബാരർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ കാറ്ററിംഗ് മാനേജ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചിരിക്കണം. മിനിമം 6 മാസത്തെ കോഴ്സെങ്കിലും പഠിച്ചിരിക്കണം. അത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVTയുടെ അംഗീകരിച്ചിട്ടുള്ള കോഴ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ബാരറിനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ മലയാളവും ഹിന്ദിയും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അഞ്ചാമത്തെ തസ്തികയായ ബാരർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ആറാമത്തെ തസ്തിക കുക്ക് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ കുക്കിങ്ങിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചിരിക്കണം. അത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVTയുടെ
അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സായിരിക്കണം. അത് മിനിമം 6 മാസത്തെ കോഴ്സെങ്കിലും പഠിച്ചിരിക്കണം. 1 വർഷം 2 വർഷം ആയാലും കുഴപ്പമില്ല, മിനിമം 6 മാസത്തെ കോഴ്സെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയും കുക്കിങ്ങിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുള്ളവർക്ക് ഈ പറഞ്ഞ 6ാമത്തെ തസ്തികയായ കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 7ാമത്തെ തസ്തിക കിച്ചൺ ഹെൽപ്പർ. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 7ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. പിന്നെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കണം. മലയാളവും ഹിന്ദിയും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് 7ാമത്തെ തസ്തികയായ കിച്ചൺ ഹെൽപ്പർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 8ാമത്തെ തസ്തിക സ്വീപ്പർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 4ാം ക്ലാസ് യോഗ്യതയാണ്. പിന്നെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കണം. മറ്റുള്ള എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. 4ാം ക്ലാസ് യോഗ്യതയും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ 8ാമത്തെ തസ്തികയായ സ്വീപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 9ാമത്തെ തസ്തിക ഗാർഡനർ തസ്തികയാണ്. അതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 4ാം ക്ലാസ് യോഗ്യതയാണ്. 4ാം ക്ലാസ് യോഗ്യതയും പിന്നെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ 9ാമത്തെ തസ്തികയായ ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പറഞ്ഞ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ ജോലിയാണ്. സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് മാസത്തിൽ നല്ല ശമ്പളം തന്നെ ലഭിക്കുന്നുണ്ട്. ഓരോ തസ്തികകൾക്കും ശമ്പളത്തിന് വ്യത്യാസമുണ്ട്. എങ്കിലും മിനിമം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 16,500 രൂപ മുതൽ 56,700 രൂപ വരെയാണ് ഹയസ്റ്റ് ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത് കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം കേരള സർക്കാരിൻ്റെ മറ്റുള്ള ആനുകൂല്യങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്, സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് മിനിമം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വർഷക്കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 2-ാം തീയതി 1-ാം മാസം 1984 മുതൽ 1/1/2002 വരെ ഈ വർഷങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടമുള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള ഇളവ് ഈ തസ്തികയിലേക്ക് ലഭിക്കുന്നതായിരിക്കും. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവും OBC കാറ്റഗറിക്കാണെങ്കിൽ 3 വർഷത്തെ ഇളവും ലഭിക്കുന്നതായിരിക്കും. സ്ത്രീകൾക്ക് വിഡോ ആയിട്ടുള്ളവർ, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ നിയമപരമായിട്ട് വേർപിരിഞ്ഞവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചുപോയി, നിയമപരമായി പിന്നെ രണ്ടാമത് മാരേജ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. അവർക്ക് പ്രായത്തിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതായത് 36 വയസ്സെങ്കിൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക് വിഡോ ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതിയതിന് ശേഷം അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെയാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. എക്സാം നടക്കുന്നത് കേരളത്തിൽ തന്നെ 3 ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നുണ്ട്. 1 തിരുവനന്തപുരത്ത്, 2 എറണാകുളത്ത്, 3 കോഴിക്കോട്. ഈ 3 ഡിസ്ട്രിക്റ്റിലാണ് കേരളത്തിൽ എക്സാം നടക്കുന്നത്. കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ ന്യൂഡൽഹിയിലാണ് മറ്റ് എക്സാം നടക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ തന്നെ ഈ ഡിസ്ട്രിക്റ്റുകളിൽ പോയി എക്സാം എഴുതാവുന്നതാണ്. എക്സാം ആദ്യത്തെ 3 തസ്തികയിലേക്ക്, ആദ്യത്തെയായ റിസപ്ഷൻ അസിസ്റ്റൻറ്റ്, 2 സ്റ്റെനോ ടൈപ്പിസ്റ്റ്, 3 ഷൂഫർ, ഈ 3 തസ്തികയിലേക്കുള്ള എക്സാം ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവർ ഇംഗ്ലീഷിലായിരിക്കണം ആൻസർ എഴുതേണ്ടത്. ബാക്കിയുള്ള തസ്തികയായ റൂം അറ്റൻഡൻറ്റ്, ബെയറർ, കുക്കിംഗ്, കിച്ചൺ ഹെൽപ്പർ, സ്വീപ്പർ, ഗാർഡനർ, ഈ തസ്തികയെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നത് മലയാളത്തിലായിരിക്കും. അവർക്ക് മലയാളത്തിൽ ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്. പിന്നെ ഇത് എക്സാം വലിയ ടഫാണെന്നും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മറ്റുള്ള ആദ്യം പറഞ്ഞ 3 തസ്തികകൾക്കൊക്കെ ഇച്ചിരി ടഫായിരിക്കാം. ബാക്കിയുള്ള തസ്തികകളിലേക്കൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ അവർ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എക്സാം പോയി എഴുതുക. എക്സാം ഉള്ളത് കൊണ്ട് അപേക്ഷിക്കാതിരിക്കരുത്. അപേക്ഷിക്കുക, ധൈര്യമായിട്ട് പോയി എക്സാം എഴുതുക. ലാസ്റ്റത്തെ 3 തസ്തിക, അതായത് കിച്ചൺ ഹെൽപ്പർ, സ്വീപ്പർ, ഗാർഡനർ, ഈ തസ്തികയ്ക്കൊക്കെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 7ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെയാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപേക്ഷിക്കുന്നവർ ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ തസ്തികയ്ക്കൊന്നും അപേക്ഷിക്കരുത്. കാരണം അങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യത്തില്ല. അത് ഡിഗ്രിക്ക് താഴെ, അതായത് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ അതിൽ താഴെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 12ാം ക്ലാസ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ താഴെയുള്ള ആർക്കും എന്ത് ചെയ്യാം, ആ പറഞ്ഞ തസ്തികകൾക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. എക്സാം എഴുതിയതിന് ശേഷം അതിനുശേഷം സ്കിൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നത്, ആ തസ്തികയുടെ കുറിച്ചുള്ള ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നതിനെക്കുറിച്ചാണ് സ്കിൽ ടെസ്റ്റ് നടത്തുന്നത്. അതിനുശേഷം ഇൻ്റർവ്യൂ നടത്തുന്നതായിരിക്കും. അതിൽ നിന്നാണ് യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ആദ്യമേ എക്സാം കഴിഞ്ഞതിന് ശേഷം സ്കിൽ ടെസ്റ്റിന് ഇൻ്റർവ്യൂവിനുള്ള ഒരു ഡേറ്റ് പിന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളപ്പോൾ അപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ മെയിൽ ഐഡിയും ഫോൺ നമ്പറൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിലായിരിക്കും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റും ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ ഡേറ്റ് അതിനകത്തായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത്. അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറി ആണെങ്കിൽ 200 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്.
മറ്റുള്ള SC-കാർ ST-കാർ അപ്പോൾ അതിനോടൊപ്പം തന്നെ BPL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷൻ കാർഡിൽ BPL ആയിട്ടുള്ളവർ അവർക്കാർക്കും ഫീസ് അടയ്ക്കേണ്ട. മറ്റുള്ള ജനറൽ കാറ്റഗറി OBC കാറ്റഗറി മാത്രം 200 രൂപ ഫീസ് അടച്ചാൽ മതി. ഫീസ് അടയ്ക്കേണ്ടത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ മറ്റ് ഓൺലൈൻ ഫെസിലിറ്റീസ് മുഖേന 200 രൂപ ഫീസ് അടയ്ക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ അതിനുള്ള വെബ്സൈറ്റ് പറയാം. www.ibscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവിടെ വരുന്നതായിരിക്കും. ഓൺലൈൻ തന്നെ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ മാസം 10-ാം തീയതി മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ മാസം 20-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ നവംബർ മാസം 20-ന് മുമ്പ് തന്നെ ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ നല്ല ജോലിയാണ്, മാസത്തിൽ നല്ല ശമ്പളം ലഭിക്കും. അപ്പം മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവർ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.